ആശാവർക്കർമാരുടെ സമരത്തെ അവഗണിക്കാനാകുമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അവഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ സമരത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് പലതവണ നമ്മൾ പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം കണക്ക് സഹിതം നേരത്തെ പറഞ്ഞതുപോലെ ഈ 26,125 ആളുകൾക്കും നിലവിൽ കൊടുക്കുന്ന ഒണറേറിയം 21,000 വർദ്ധിപ്പിക്കുക എന്നതാണ് അവരുടെ ആവശ്യം. അതെന്തായാലും നടക്കാൻ പോകാത്തൊരു സാഹചര്യമാണ്. കാര്യം നിലവിൽ 13,500 രൂപയാണ് പരമാവധി കിട്ടുന്നത്. അതിൽ 21,900 ആളുകൾക്കും 10,000-നും 13,000-നും ഇടയിൽ ഓണറേറിയം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ മാസത്തെ കണക്ക് ഉദ്ധരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ 85 മുതൽ 87% ആളുകൾക്കും 10,000-നും 13,000-നും ഇടയിൽ ഓണറേറിയവും ഇൻസെൻറ്റീവും അടക്കം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കേരളത്തിൻ്റെ ഷെയർ എത്ര, കേന്ദ്രത്തിൻ്റെ ഷെയർ എത്ര എന്നുള്ളതാണല്ലോ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. കേരളത്തിൻ്റേത് നമ്മൾ പലതവണ പറഞ്ഞതുപോലെ കേരളത്തിൻ്റേത് ഓണറേറിയം എന്ന നിലയിൽ 7,000-ഉം ഇൻസെൻറ്റീവുകളുടെ എല്ലാം കൂടെ കൂട്ടി 2,200-ഉം അങ്ങനെ 9,200-ഉം കേന്ദ്ര സർക്കാരിൻ്റെ ബാക്കിയുള്ള വിഹിതവും ചേർത്താണ് 13,500 രൂപ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് പരമാവധി കിട്ടുന്ന 13,500-ൽ 9,200 രൂപയും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണ്. ഓണറേറിയവും അതേപോലെ വിവിധ സ്കീമുകളിലെ ഇൻസെൻറ്റീവുകൾ എന്ന നിലയുമാണ്, പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് എന്ന നിലയിലുമാണ്. ആ നിലയിൽ കേരളം കൊടുക്കുന്ന 7,000 യഥാർത്ഥത്തിൽ NHM നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ചട്ടപ്രകാരം കൊടുക്കേണ്ടതുണ്ടാവും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. അശ്വിനി കുമാർ കൊടുത്തിരിക്കുന്ന, അതായത് 2019 ലോക്സഭയിൽ കൊടുത്തിരിക്കുന്ന ഉത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാഷണൽ ഹെൽത്ത് മിഷനിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വിഹിതം 60-40 എന്നിങ്ങനെയാണ് ഇൻസെൻറ്റീവ് പ്രകാരം കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാർ 1,000 കൊടുത്താൽ 1,000 ഇൻസെൻറ്റീവ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതിൽ 600 രൂപ കേന്ദ്ര സർക്കാരും 400 രൂപ സംസ്ഥാന സർക്കാരും കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ NHM മിഷൻ പ്രകാരം 2,000 രൂപയാണ് കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവ് നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ പരമാവധി കേരളം കൊടുക്കേണ്ടത് 800-ഉം കേന്ദ്രം കൊടുക്കേണ്ടത് 1,200-ഉമാണ്. ഈ സാഹചര്യത്തിലാണ് കേരളം നിലവിൽ 9,200 രൂപ ഒണറേറിയവും ഇൻസെൻറ്റീവുമായി കൊടുക്കുകയും ഏകദേശം ബാക്കിയുള്ള തുക 13,500-ൽ ബാക്കിയുള്ള തുക മാത്രം കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവും ആയി കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അതിന് ആശാവർക്കർമാർ പറയുന്ന വളരെ ന്യായയുക്തമായൊരു കാര്യമുണ്ട്. 14ഓളം വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലികൾ ഈ ആശാവർക്കർമാർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. അത് അവരുടെ ജോലി ബാഹുല്യം കൂട്ടിയിരിക്കുന്നു. മറ്റേതെങ്കിലും സ്ഥിര തൊഴിലിൽ അവർക്ക് ഏർപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ഈ സാഹചര്യത്തിൽ നമ്മൾ കൂട്ടി വായിക്കണം. അതുകൊണ്ട് ന്യായമായും അവർക്ക് വേതനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, അവരുടെ വിഹിതം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് ആര് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സ്വാഭാവികമായും സമരം ചെയ്യുന്നവർക്ക് ഡൽഹിയിൽ പോയി സമരം ചെയ്യണോ, തിരുവനന്തപുരത്ത് സമരം ചെയ്യണോ എന്നുള്ളത് അത് അവരുടെ ചോയ്സാണ്. അവർ സർക്കാരുകൾക്കെതിരെയാണ് സമരം ചെയ്തത്. ആ സമരത്തെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. എന്നാൽ അതേസമയം കേന്ദ്രം ഭരിക്കുന്ന ഏജൻസികളും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളും തുടർച്ചയായിട്ട് സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമ്പോൾ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് നമ്പർ 1. നമ്പർ 2, അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷം എത്തുകയും പ്രതിപക്ഷത്തിൻ്റെ ട്രേഡ് യൂണിയന് മറ്റൊരു കാഴ്ചപ്പാട് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ തുറന്നു പറയേണ്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇതിനെ ഒരു രാഷ്ട്രീയ സാധ്യതയായിട്ട് മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇത് സമരം ചെയ്യുന്ന ആശാവർക്കർമാരിൽ ചിലർ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ വിഷയമായി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും സംസ്ഥാന സർക്കാരിന് ഇവരുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. കാരണം 1ാം പിണറായി സർക്കാരിന് ശേഷം 2ാം പിണറായി സർക്കാർ വരുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി കണക്കാക്കപ്പെടുന്ന സേവനങ്ങളിലൊന്ന് ആരോഗ്യ സേവനങ്ങളായിരുന്നു. വാതിൽപ്പടിയിലെത്തിയ ആരോഗ്യ സേവനങ്ങൾ, നിങ്ങളുടെ വീട്ടിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ച് തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ആശാവർക്കർമാർ ഒരു ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഭാഗമായി കൊടുക്കുമ്പോൾ ആശാവർക്കർമാരെ സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് വോട്ടർമാർ കണ്ടത്. അതുകൊണ്ട് ആ ആശാവർക്കർമാർ വീട്ടിൽ വരുമ്പോൾ സർക്കാർ വീട്ടിൽ വരുന്നു എന്നതായിരുന്നു പ്രതീതി. അതുകൊണ്ട് തന്നെയാണ് ആശാവർക്കർമാർക്കും ഒരു നിശ്ചിത ശതമാനമുണ്ട് ഈ സർക്കാരിന് കിട്ടിയ വോട്ടുവിഹിതത്തിൽ എന്നാണ് ഞാനും കണക്കാക്കുന്നത്. എന്നാൽ അത് സർക്കാർ കാണാതിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിപ്പോൾ 36 ദിവസമാകുമ്പോഴാണ് 10 മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. അത് നേരത്തെ തന്നെ സർക്കാരിന് ചെയ്യാമായിരുന്നു. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതേസമയം തന്നെ നിർമ്മലാ സീതാരാമനുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞു. ആരോഗ്യ മന്ത്രിയുമായിട്ടൊരു ചർച്ചയ്ക്ക് ഇനിയും കേരളം തയ്യാറായിട്ടില്ല. ഈ വിഷയം കേന്ദ്രത്തെ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാട് ഉണ്ടാവുന്നില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി നമുക്ക് കിട്ടേണ്ട 636.88 കോടിയാണ് ആരോഗ്യ മേഖലയിലെ വിവിധ മേഖലകളിൽ കോ ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് 2023-24 ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആ തുക
ഇതിൽ ഒരു നിശ്ചിത വിഭാഗം ഈ ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവായിട്ട് കൊടുക്കാനുള്ള തുക കൂടിയാണ്. ഇത് നിയമസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യമാണ്. ഇത് പക്ഷേ JP നദ്ദ നിഷേധിച്ചു. അതിനാണ് ഇന്നിപ്പോൾ അവകാശ ലംഘന നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. 636 കോടി 88 ലക്ഷം രൂപ ആരോഗ്യമേഖലയിൽ മാത്രം കേന്ദ്ര സർക്കാർ കൊടുക്കാനുണ്ട്. ഇനി മൊത്തം സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താലോ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ 90,000 കോടിയുടെ കുറവാണ് ഈ ബഡ്ജറ്റിൽ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കാണാതെ കേവലം കേരള സർക്കാരിനെ മാത്രമായി കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരം എന്ന രീതിയിൽ കൂടി അതിനെ കാണുന്നുണ്ട്, കാണേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷെ അതൊന്നും സമരത്തിലെ അവരുടെ ആവശ്യത്തെ ഒട്ടും കുറയ്ക്കുന്നില്ല. അതേസമയം INTUC പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ്, അതായത് പ്രതിപക്ഷ തൊഴിലാളി സംഘടനയായ INTUC പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ് കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. യഥാർത്ഥത്തിൽ ഈ സമരം ചെയ്യേണ്ടിയിരുന്നത് അവരെ തൊഴിലാളികളാക്കി മാറ്റുക എന്ന ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ്. ഇപ്പോൾ അടിസ്ഥാന ശമ്പളം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ, LDFിൻ്റെ പ്രകടന പത്രികയിൽ ഇങ്ങനെയല്ല പറയുന്നത് കേട്ടോ. മിനിമം വേജസ് ആക്കണം എന്നാണ് പറയുന്നത്. മിനിമം വേജസ് ആക്ടിൻ്റെ പരിധിയിൽ ആര് വരില്ല? ആശാവർക്കർമാർ വരില്ല. അപ്പോൾ LDFിൻ്റെ പ്രകടന പത്രികയിൽ ആശാവർക്കർമാർക്ക് 700 രൂപ കൊടുക്കാമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പകരം എന്താ, മിനിമം വേജസ് ആക്ട്, മിനിമം വേജസ് 700 രൂപയാക്കി മാറ്റണമെന്നാണ്. ഒരു കോളത്തിലാണത് പറയുന്നത്, ഒരു ഖണ്ഡികയിലാണത് പറയുന്നത്. പക്ഷേ മിനിമം വേജായി 700 രൂപ ഇവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ വേജ് ഏൺ ചെയ്യുന്ന എംപ്ലോയീസ് ആയിട്ട് പ്രഖ്യാപിക്കണം. പക്ഷേ എംപ്ലോയീസ് ആയിട്ട് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ NHMൻ്റെ സ്കീം പ്രകാരം കേന്ദ്ര സർക്കാരിനെ കഴിയൂ, അത് സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അത് കേന്ദ്ര സർക്കാർ മാത്രം വിചാരിച്ചാൽ നടപ്പാവുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ നമ്മൾ തയ്യാറാവുന്നില്ല? ഞാൻ പറയുന്നത് അടിസ്ഥാനമായി ആശാവർക്കർമാരെ രാജ്യവ്യാപകമായി അവർ 5 വർഷത്തിൽ കൂടുതൽ തുടർച്ചയായി പണി ചെയ്യുന്നവരാണ് പലരും. അവർ ഇതിനകം തന്നെ അവർ അർഹരാണ് കേന്ദ്ര സർക്കാരിൽ മിനിമം അറ്റൻഡർ തസ്തികയിലെങ്കിലും നിയമിക്കപ്പെടാൻ. അങ്ങനെയാണെങ്കിൽ 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നടപ്പാക്കിയ പശ്ചാത്തലത്തിൽ 23,000 രൂപ പ്രതിമാസം അവർക്ക് ശമ്പളം തന്നെ കിട്ടും. എല്ലാ അവധിയോടും കൂടിയുള്ള ശമ്പളം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യമാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. ഇനി 700 രൂപ വീതം ഒരു ദിവസം കിട്ടില്ല, 21,000 കിട്ടില്ല ആശാവർക്കർമാർക്ക്. കാര്യം എന്താ? ശനിയും ഞായറും നിങ്ങൾ പണിയെടുത്തില്ലെങ്കിൽ ആ ദിവസത്തെ ശമ്പളം കുറയും. കാര്യം അവരെ വേജസിൻ്റെ പരിധിയിലല്ല പെടുത്തുന്നത്, ഒണേറിയത്തിൻ്റെ പരിധിയിലാണ് പെടുത്തുന്നത്. ആ ഒണേറിയത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയാൽ, ഇൻസെൻറ്റീവിൻ്റെ പരിധിയിൽപ്പെടുത്തിയാൽ അവർക്ക് 21,000 കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ സമരം കുറച്ചുകൂടി ശക്തമാക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതവരെ തൊഴിലാളികളാക്കുക എന്നൊരാവശ്യത്തെ കൂടി മുൻനിർത്തിക്കൊണ്ടാവണം ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ താഴെത്തട്ടിലേക്ക് എത്തുന്ന ഈ സേവനദാതാക്കളെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സിക്കിമിൻ്റെ കാര്യത്തിൽ നേരത്തെ ഒരു കണക്ക് പറഞ്ഞു. പക്ഷേ സിക്കിമിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഒടുവിലിറങ്ങിയിരിക്കുന്ന കണക്ക് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് 11/3/2025 വന്നിരിക്കുന്ന കണക്ക് പ്രകാരം സിക്കിം കൊടുക്കുന്ന തുക മന്ത്ലി ഫിക്സഡ് ഓണറേറിയം ഓഫ് 6,000 ഡിസ്ബേഴ്സ്ഡ് ഫ്രം സ്റ്റേറ്റ് ഫണ്ട് എന്നാണ്. റീസെൻ്റ്ലി ഗവൺമെൻറ് ഓഫ് സിക്കിം അനൗൺസ് ഹൈക്ക് ഇൻ ഫിക്സഡ് ഓണറേറിയം ഫ്രം 6,000 to 10,000. അത് ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്നാണ് NHMൻ്റെ മിഷൻ ഡയറക്ടർ കത്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ അവകാശ ലംഘന നോട്ടീസ് അത് ഉന്നയിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും പാലക്കാട് MLAയും നൽകിയിട്ടില്ല എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട്. ഇനി കോൺഗ്രസ് ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ കൂടി ആ കണക്കെന്ന് പറയാം. ഹിമാചൽ പ്രദേശിൽ 5,720 ഓണറേറിയം, കർണാടകയിൽ 6,000 ഓണറേറിയം, തെലങ്കാനയിൽ 6,750 ഓണറേറിയം, കേരളത്തിൽ 7,000 + 2,400 9,400 രൂപയാണ് കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഫണ്ടിൽ നിന്ന് ഇൻസെൻറ്റീവായിട്ടും ഒണേറിയുമായിട്ടും കൊടുക്കുന്നത് എന്ന കണക്ക് കൂടി നമ്മുടെ മുന്നിലുണ്ട്. കർണാടക സമരം ചെയ്തു, 5 ദിവസം സമരം കഴിഞ്ഞപ്പോൾ 10,000 കൂട്ടിക്കൊടുത്തു. കേന്ദ്ര സർക്കാരിൻ്റെ ഇൻസെൻറ്റീവ് ഉണ്ടോ? ഇല്ല, ഓണറേറിയത്തിൻ്റെ മൊത്തം എത്രയാണ് കൊടുക്കുന്നത്? ഓണറേറിയം 10,000 ആക്കി എന്നാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. 6,000 സ്റ്റേറ്റ് ഫണ്ടും ഇൻസെൻറ്റീവും അടക്കമല്ലേ ഈ പറയുന്ന 10,000 കൊടുക്കുന്നത്. അതേസമയം കേരളത്തിൽ എത്രയാണ് കിട്ടുന്നത്? 13,500. സ്റ്റിൽ കേരളം മുൻപിലാണ്. 13,500 കിട്ടുന്നില്ല എന്നുള്ള കണക്കാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക എന്നുള്ള ആവശ്യം ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുമ്പോൾ അത് വേണ്ടത് തന്നെയാണ്. പക്ഷേ അവർ ഉന്നയിക്കുന്ന ആവശ്യത്തിൽ ഓണറേറിയം കൂട്ടുക, അവർ പിരിയുമ്പോൾ അവർക്ക് കിട്ടേണ്ട 5 ലക്ഷം, ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നതാണ് അവരുടെ ആവശ്യം. സമരത്തിലെ ആവശ്യം അതാണ്. സമരത്തിലെ ആവശ്യം ഇടത് സർക്കാർ അങ്ങോട്ടേക്ക് എടുത്തു കൊടുക്കുകയല്ല വേണ്ടത്. അവർ ചെയ്യുന്ന ആവശ്യങ്ങളാണിത്. നമ്മൾ തർക്കിച്ചിട്ട് കാര്യമല്ലോ. കണക്കവിടെ ഉണ്ടല്ലോ. 13,500 പരമാവധി കിട്ടുന്നു. ആ കിട്ടുന്നവരുടെ എണ്ണം നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായി കഴിഞ്ഞ മാസത്തിന്റെ കണക്ക് വെച്ച് ഡിസംബറിൽ ലഭിച്ച ഓണറേറിയം വെച്ച് പറയുന്നത് 1,097 പേർക്ക് 13,000 മുകളിൽ കിട്ടിയിട്ടുണ്ട്. 21,900 പേർക്ക്, അതായത് 85% ആശാവർക്കർമാർക്കും 10,000-നും 13,000-നും ഇടയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 10,000-ന് മുകളിൽ ആശാവർക്കർമാർക്ക് ഓണറേറിയമോ ഇൻസെൻറ്റീവായിട്ടോ കൊടുക്കുന്നൊരു സംസ്ഥാനം കേരളമാണ്.
അത് നമ്മുടെ മുന്നിലുണ്ട് എന്ന് കരുതി ആ പണം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ്. പക്ഷേ അവർക്ക് 21,000 ഓണറേറിയം കൊടുക്കുക എന്നുള്ളത് ദാറ്റ്സ് എൻ ഇംപ്രാക്ടിക്കബിൾ സൊല്യൂഷൻ. നമ്മളൊരു സമരം ചെയ്യുമ്പോൾ അതിനൊരു സൊല്യൂഷൻ വേണം. അവരതിന് പറയുന്ന ന്യായം ഞാൻ പറയാം. അത് സർക്കാർ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പമാണ്. കാരണം 100 രൂപയായിരുന്നു 18 വർഷം മുമ്പുണ്ടായിരുന്ന ഓണറേറിയം. VS വന്നപ്പോൾ അത് 300 രൂപയാക്കി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 500 രൂപയായിരുന്നു. അവരുടെ സർക്കാർ അധികാരം ഒഴിഞ്ഞപ്പോൾ 700 രൂപയാക്കി. ഇത്രയും വർഷം കൊണ്ടാണ് 7,000 രൂപയാക്കിയത്. ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോഴും 7,000 രൂപയായിരുന്നില്ല. ഈ തുക കിട്ടുന്നതിലും നിബന്ധനകളുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ നിബന്ധനകൾ പാലിച്ച് അതിൽ പകുതിയെങ്കിലും വേതനം ലഭിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. സർക്കാരിന്റെ കാലത്ത് അവസാനം 700 രൂപയായിരുന്നല്ലോ. അതാണല്ലോ പിന്നീട് പടിപടിയായി വർദ്ധിപ്പിച്ച് 1000 എന്നിങ്ങനെ ഓരോ വർഷമായിട്ട് ഓണറേറിയം വർദ്ധിപ്പിച്ചു വന്നത്. ആ സാഹചര്യത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിനുള്ള മൊത്തം ഗ്രാന്റ് കേന്ദ്രത്തിൽ 90,000 കോടി രൂപ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരളം കടന്നു പോകുന്നത്. ഇവിടെയല്ലേ ന്യായമായ ആവശ്യമല്ലേ ഇവരെ തൊഴിലാളികളായി പരിഗണിക്കുക എന്നുള്ളത്? സ്മൃതിയുടെ ആവശ്യമല്ലേ, എൻ്റെ ആവശ്യമല്ലേ, നമ്മുടെ എല്ലാവരുടെയും ആവശ്യമല്ലേ? പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഓണറേറിയം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് നടക്കുമോ എന്നുള്ള കാര്യം. അങ്ങനെ കേരളത്തിൽ മാത്രമായിട്ട് ഓണറേറിയം സംസ്ഥാനങ്ങളിൽ സമരം ചെയ്ത ഓണറേറിയത്തിന് വേണ്ടിയല്ല. അതെന്താണ് പ്രശ്നം? നോക്കൂ, അവിടെ INTUC എന്താ സമരം ചെയ്തത്? INTUCയുടെ കാര്യമില്ല. CITU ഹരിയാനയിലും പശ്ചിമ ബംഗാളിൽ നടന്ന സമരം എന്തായിരുന്നു? അവരിപ്പോഴും കൊടുത്തിരിക്കുന്നത് എന്താ? CITUയുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എന്താ? അവരെ തൊഴിലാളികളെ പരിഗണിക്കണം എന്നുള്ളതാണ്. അവരെ തൊഴിലാളികളെ പരിഗണിക്കുമ്പോഴല്ലേ മിനിമം വേജസ് ആക്ടിൽ 700 എന്ന കണക്ക് വരൂ. മിനിമം വേജസ് ആക്ടിൽ അവർ അർഹരാക്കണ്ടേ? ഓണറേറിയത്തിന് അവർക്ക് ഏതെങ്കിലും തരത്തിൽ നിയമപരമായ അത് കേന്ദ്ര സർക്കാരിനോടുള്ള ആവശ്യമാണല്ലോ. കേന്ദ്ര സർക്കാരിന് മുന്നിലല്ല സമരം ചെയ്തത്, സംസ്ഥാന സർക്കാരുകളോടാണ് സമരം ചെയ്തത്. ഓണറേറിയം കൂട്ടാനാണ് സമരം ചെയ്തത്. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് നമ്മുടെ മുന്നിലെ ആവശ്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് 21,000 രൂപ ഓണറേറിയം എന്ന രീതിയിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആവശ്യത്തിലല്ല പോകേണ്ടത്. അവരെ തൊഴിലാളികളായി പരിഗണിക്കുക, അവരെ തൊഴിലാളികളെ മിനിമം വേജസ് ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക, അവർക്ക് എല്ലാവിധമായിട്ടുള്ള ആനുകൂല്യങ്ങളും അവധി ദിവസങ്ങളടക്കമുള്ള ആനുകൂല്യങ്ങളടക്കമുള്ള തൊഴിലാളികളായിട്ട് അവരെ പരിഗണിക്കുക എന്നുള്ളതാണ് അതിലത്തെ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള വശമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അവഗണിക്കാനാകുമോ എന്ന ചോദ്യത്തിന് അവഗണിക്കാനാവില്ല എന്നാണ് എൻ്റെ ഉത്തരം. Meet the editors.